ഇന്ന് നമ്മൾ ഇവിടെ ബിസിനസ് മോഡൽ ഡിസൈനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് തേർഡ് ലെസൺ ആണ്. പ്രീവിയസ് ലെസൺസ് ഓണ്ടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റിനെ പറ്റിയായിരുന്നു. പിന്നെ അതിനുശേഷം ഹൗ ടു ജനറേറ്റ് ഐഡിയാസ്. നൗ നമ്മളിപ്പോൾ ബിസിനസ് മോഡൽ ഡിസൈനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിങ്ങളിൽ പലരും ഓണ്ടർപ്രണേഴ്സ് ആയിരിക്കാം, ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, ബിസിനസ് ഐഡിയ ഉള്ളവരായിരിക്കാം, എന്തെങ്കിലും ചെയ്യണമെന്ന് ഉള്ളവരായിരിക്കാം. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ലെസൺ ഞാൻ എടുക്കുന്നത്. ബേസിക്കലി ഞാൻ ഇന്ത്യൻ സുയോ സ്കൂളിന്റെ CEO ആണ്. എൻ്റെ എഡ്യൂക്കേഷൻ ഞാൻ IIT മദ്രാസ് നിന്നാണ് കഴിഞ്ഞിട്ടുള്ളത്. ഐ ബിലീവ് നിങ്ങളുടെ സിഗ്നേച്ചേഴ്സും നിങ്ങൾ ഇന്നിടുന്ന എല്ലാ സിഗ്നേച്ചേഴ്സും നാളെ ഒരു ഓട്ടോഗ്രാഫ് ആക്കി മാറ്റാം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അധികം ദീർഘിപ്പിക്കുന്നില്ല. ഫസ്റ്റ്, ബിസിനസ് മോഡൽ ക്യാൻവാസ്. ഈ പലർക്കും ഇതിനെപ്പറ്റി അറിയുന്നവരായിരിക്കാം, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. നമ്മൾ എന്ത് ബിസിനസ് ആയിക്കോട്ടെ, ഒരു ടീ ഷോപ്പ് ആയിക്കോട്ടെ, കോഫി ഷോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി ക്ലിനിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, എനിത്തിങ് വി നീഡ് എ ബിസിനസ് മോഡൽ ക്യാൻവാസ്. ഇതിൽ മേജറായിട്ട് നമുക്ക് ഫ്യൂ പോയിന്റ്സ്, അതായത് കീ പാർട്ട്ണർഷിപ്പ്, നമ്മളെ പാർട്ട്നേഴ്സ് ആയിട്ട് വരാനുള്ളത് ആരൊക്കെയാണ്, നമ്മളെ കീ ആക്ടിവിറ്റീസ്, നമ്മളെ സർവീസ് ഓർ പ്രോഡക്റ്റ് എന്തായിരിക്കാം, നമ്മളെ റിസോഴ്സസ് എന്തായിരിക്കാം. റിസോഴ്സസ് മീൻസ് നമ്മളെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ നമ്മളെ അടുത്ത് വേണം. അത് മാൻ പവർ ആയിരിക്കാം, ചിലപ്പം സോഫ്റ്റ്വെയർ ആയിരിക്കാം, ചിലപ്പോൾ ഹാർഡ്വെയർ ആയിരിക്കാം. അതെന്തൊക്കെയാണ്? വാല്യൂ പ്രൊപ്പോസിഷൻ, നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള വാല്യൂ പ്രൊപ്പോസിഷൻ എന്തൊക്കെയാണ്? കസ്റ്റമർ റിലേഷൻഷിപ്പ് നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്യും? ചാനൽസ്, നമ്മൾ അവരിലേക്ക് ഈ പ്രോഡക്ട്സും സർവീസസും നമ്മൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ചാനൽസ് നമ്മളെ കയ്യിലുണ്ടാവും? കസ്റ്റമർ സെഗ്മെന്റ്സ്, അതായത് നമ്മളുടെ എൻഡ് യൂസേഴ്സ് അല്ലെങ്കിൽ പേയിങ് യൂസേഴ്സ്, ഇവരൊക്കെ ആരൊക്കെയാണ്? അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ബൈ പോയിന്റ് നമ്മളെടുത്ത് വേണം. കോസ്റ്റ് സ്ട്രക്ചർ, നമുക്ക് എന്തൊക്കെ പ്രൈസിങ് ആയത്, നമ്മൾ സബ്സ്ക്രിപ്ഷൻ ബേസിസിലാണോ വർക്ക് ചെയ്യുന്നത്, എന്നാൽ അത് എത്രയാണ്? ഓൺ ഡിമാൻഡ് ആയിട്ടാണോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് എത്രയാണ്? പ്രോഡക്റ്റ് ആയിട്ടാണെങ്കിൽ അത് സെല് ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് ആണ് നമുക്ക് വരുന്നത്, സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? അതേപോലെ തന്നെ റവന്യൂ സ്ട്രീംസ്, നമുക്ക് എങ്ങനെയൊക്കെ നമ്മളെ പ്രോഡക്ട്സോ സർവീസ് വിറ്റിട്ട് നമുക്ക് എന്ത് കസ്റ്റമേഴ്സിന് അടുത്ത് എങ്ങനെ പൈസ. ഇവിടെ ഞാൻ ഒരു ഫിസിയോതെറാപ്പി ക്ലിനിക്കിന്റെ ഒരു എക്സാമ്പിൾ ആണ് ബിസിനസ് മോഡൽ ക്യാൻവാസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇതൊരു മൈൻഡ് മാപ്പിംഗ് ടെക്നിക്കാണ്. മൈൻഡ് മാപ്പിംഗ് ടെക്നിക് എന്ന് പറയുന്നത് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ടേബിൾ വരച്ച് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഐ യൂസ് ലൈൻ മാപ്പ് ഫോർ മൈ ഓൾ ആക്ടിവിറ്റീസ്. കീ പാർട്ട്നേഴ്സ് ആയിട്ട് ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ ആരൊക്കെ വരാം? ഹോം കെയർ കമ്പനീസ് വരാം, ഹോസ്പിറ്റൽസ് വരാം, അപ്പാർട്ട്മെന്റ്സ് വരാം, സ്കൂൾസ് വരാം, കോളേജസ് വരാം. ആക്ടിവിറ്റീസിൽ നമുക്ക് വരുന്നത് നമ്മൾ എന്തൊക്കെയാണ് സർവീസസ്, നമ്മൾ ഫിസിയോതെറാപ്പി ക്ലിനിക്ക് കൺസൾട്ടേഷൻ കൊടുക്കണം, ഹോം വിസിറ്റ് കൊടുക്കേണ്ടി വരും, വീഡിയോ കൺസൾട്ടേഷൻ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ നമുക്ക് എന്താണ്? ആക്ടിവിറ്റീസ് ആണ്. കീ റിസോഴ്സസ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിസ്റ്റുകളാണ്. ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഇല്ലാതെ നമുക്ക് ക്ലിനിക്ക് റൺ ചെയ്യാൻ കഴിയില്ല. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ വേണ്ടി വരും, ക്ലിനിക്ക് നമുക്ക് വേണ്ടി ഒരു, അതേപോലെ തന്നെ എക്യുപ്മെന്റ്സ് വേണ്ടി വരും. പിന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്യാം? ഓൺ കോൾ CX സപ്പോർട്ട് ബിൽഡ് ചെയ്യാം. അതേപോലെ തന്നെ ഈവന്റ്സ് കണ്ടക്ട് ചെയ്യാം പല സ്ഥലങ്ങളിലായിട്ട്. ഓൺലൈൻ കോഴ്സസ് ഓൺ ഇംപ്രൂവിങ് ഫിസിയോതെറാപ്പി, അതായത് ആൾക്കാരുടെ ഫിസിയോതെറാപ്പി ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടി ഓൺലൈൻ കോഴ്സ് കൊടുക്കുക, മാസ്റ്റർ ക്ലാസ്സസ് കൊടുക്കുക. കസ്റ്റമർ സെഗ്മെന്റ്സ് ആരൊക്കെ ആയിരിക്കും? എൽഡർലി ആൾക്കാർക്ക് നല്ല ഫിസിയോതെറാപ്പി ഇഷ്യൂസ് ഉണ്ടായിരിക്കും. വിമൻ, അതായത് ഒരു പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാലോ അതിന് മുന്നേ ആയിട്ട് ഫിസിയോതെറാപ്പി വിമനുള്ള ആവശ്യമുണ്ട്. കുട്ടികൾക്ക് ആവശ്യമുണ്ട്. ചില കുട്ടികൾക്ക് നടക്കാൻ പറ്റാതെ വരും, അവർക്കൊക്കെ ഫിസിയോതെറാപ്പി നല്ല ആവശ്യമുണ്ട്. അതേപോലെ തന്നെ പോസ്റ്റ് സർജറി പേഷ്യൻസ്, ഇപ്പൊ ഓർത്തോ പേഷ്യൻസ്, അതായത് കാലിന് ഇഞ്ചുറി ഒക്കെ വന്ന സ്പോർട്സിന്റെ ആൾക്കാർ, ഇവർക്കൊക്കെ തെറപ്പി ആവശ്യമുണ്ട്. IT എംപ്ലോയീസ്, അവർ കുറെ നേരം ഇരിക്കുമ്പോൾ അവർക്ക് ബാക്ക് പെയിൻസ് കാര്യങ്ങളൊക്കെ വരും, അവർക്ക് ആവശ്യമുണ്ട്. സ്പോർട്സ് കോളേജ് സ്റ്റുഡൻസിന് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ റവന്യൂ സ്ട്രീംസ് എന്തൊക്കെയാണ്? റവന്യൂ സ്ട്രീംസ് വരുമ്പം നമുക്ക് സർവീസ് കോസ്റ്റ് ഉണ്ടാവും, ഹോം വിസിറ്റിന്റെ പ്രൈസ് ഉണ്ടാവും, സബ്സ്ക്രിപ്ഷൻ പ്രൈസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം മന്ത്ലി. അതേപോലെ തന്നെ മെന്റൽ വെൽനസ് കെയർ കൊടുക്കാം, ന്യൂട്രീഷണൽ കെയർ കൊടുക്കാം, ഹോം കെയർ കൊടുക്കാം. ചാനൽസ് ഏതൊക്കെയാണ്? കോർപ്പറേറ്റ് ചാനൽസ് ഉണ്ടാവും, ഹോസ്പിറ്റൽ ചാനൽ ഉണ്ടാവും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽ ഉണ്ടാവും, ഇൻഫ്ലുവൻസേഴ്സിൽ കൂടെ കൊടുക്കുക, സെമിനാർസ് കൂടെ കൊടുക്കുക, സ്പോർട്സ് കോളേജസ് കൂടെ കൊടുക്കാം. ഇങ്ങനെ പല ചാനൽസിലും നമുക്ക് എന്ത് ചെയ്യാം? കസ്റ്റമേഴ്സിനെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും.
ഇത് അതേപോലെ തന്നെ കോസ്റ്റ് സ്ട്രക്ചർ വരുമ്പോൾ നമുക്ക് കൺസൾട്ടേഷൻ ഓൺ ഡിമാൻഡ് കൺസൾട്ടേഷൻ പ്രൈസ് ഉണ്ടാവും, അതേപോലെ തന്നെ കോമ്പോസിറ്റിന് ഒരു പ്രൈസ് ഉണ്ടാവും, അതേപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള വേറെ പ്രൈസുകൾ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് ബിസിനസ്സിൽ അച്ചീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഫുൾ ഫീച്ചേർഡ് ക്ലിനിക് ആവുന്നത്, റിട്ടേൺസ് വാങ്ങിക്കാം. ബേസിക്കലി ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ബിസിനസ് മോഡലാണ്. സബ്സ്ക്രിപ്ഷൻ മോഡൽ ഫസ്റ്റ്, അതായത് മന്ത്ലി നമ്മളെ പ്രൊഡക്റ്റ് ഓർ സർവീസസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഒരു എമൗണ്ട് പേ ചെയ്യാം. ഇത് നമ്മളുടെ ഒരു ആനുവൽ റിക്കറിംഗ് റവന്യൂ, അതായത് ഒരു കസ്റ്റമർ റീടെൻഷൻ കൂട്ടാനും ഈ സബ്സ്ക്രിപ്ഷൻ മോഡൽ സഹായിക്കും. പ്രീമിയം മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക, അതിന്റെ മേലെ ആഡ് ഓൺ ഫീച്ചേഴ്സ് ആയിട്ട് ഒരു അഡ്വാൻസ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്ന സാധനങ്ങൾ നമ്മൾ പേയ്മെന്റിന് കൊടുക്കുക. ഡയറക്റ്റ് സെയിൽസ് മോഡൽ, അതായത് നമ്മളെ വെബ്സൈറ്റ് നമ്മളെ ഇതിലാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുക, അതിന്റെ ഇത്ര പൈസ കോസ്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റ് സർവീസ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഫ്രാഞ്ചൈസ് മോഡൽ എന്ന് പറയുന്നത് നമുക്ക് പല എൻറ്റിറ്റീസ്, അതായത് കുറെ ആൾക്കാർ വന്നിട്ട് നമ്മളെ ബിസിനസ് മോഡൽ അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്യണം അവരുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഒരു എമൗണ്ട് ഓഫ് പ്രൈസിന് നമ്മൾ ഫ്രാഞ്ചൈസ് മോഡലായിട്ട് കൊടുക്കുക. ഇങ്ങനെ പലതരം ബിസിനസ് മോഡൽ ഉണ്ടായിരിക്കാം. ഇതൊക്കെ അഡാപ്റ്റ് ചെയ്യുന്ന പല കമ്പനീസും ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി എങ്ങനെയാണ് നമുക്ക് ഒരു റൈറ്റ് ബിസിനസ് മോഡൽ ചൂസ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ബിസിനസ് ഗോൾസും വാല്യൂസും നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ആയിരിക്കണം നമ്മളെ ബിസിനസ് മോഡൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴും നമ്മളെ ഗോൾസും വിഷൻസും നമ്മൾ അതിൽ ഉണ്ടായിരിക്കണം. പിന്നെ മാർക്കറ്റ് അനാലിസിസ് ആൻഡ് കസ്റ്റമർ അണ്ടർസ്റ്റാൻഡിങ്ങും മാർക്കറ്റിനും അനുസരിച്ച് നമ്മളെ ബിസിനസ് മോഡൽ അലൈൻഡ് ആയിരിക്കണം. പിന്നെ തേർഡ് ഫാക്ടർ പറയുന്നതാണ് വെരി ഇമ്പോർട്ടൻറ്റ്, സ്കേലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. നമ്മൾ ബിസിനസ് മോഡലിനെ അഡാപ്റ്റ് ചെയ്യാനുള്ളതും അതേപോലെ തന്നെ വലിയ ലെവലിലേക്ക് കസ്റ്റമർ അക്വിസിഷൻ, അതായത് ഗ്ലോബൽ ലെവലിലേക്ക്, ഗ്ലോബൽ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ലെവലിലേക്ക് നമുക്ക് സ്കെയിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും വേണം. അഡാപ്റ്റിംഗ് ഒരു ബിസിനസ് മോഡൽ, പല ബിസിനസ് മോഡൽ ഇന്നുള്ള ടെക്നോളജിക്ക് അനുസരിച്ച് പല ബിസിനസ്സുകളും എന്തായിരിക്കും മൂവ് ഓൺ ചെയ്യും. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നോക്കിയ ആൻഡ്രോയിഡ് വന്ന സമയത്ത് നോക്കിയ എന്ത് ചെയ്തില്ല, അവരവരുടെ ടെക്നോളജിയിൽ ഒരു ചേഞ്ചസും വരുത്തില്ല. അതുകൊണ്ട് തന്നെ എന്തായി, നോക്കിയ മാർക്കറ്റിൽ നിന്ന് പോയി ബാക്കിയുള്ള കമ്പനീസ് എന്ത് ചെയ്തു, കയറി വന്നു. അതേപോലെ ബിൽഡ് ചെയ്ത ബ്രാൻഡുകൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അഡാപ്റ്റിംഗ് ഓഫ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് മുന്നേ ഒരു DVD കമ്പനി ആയിരുന്നു, പിന്നീടാണ് അതിൻ്റെ ഒരു ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആയി മാറിയത്. അതേപോലെ തന്നെ പല കമ്പനീസും അഡാപ്റ്റ് ചെയ്തിട്ടാണ് വളരുന്നത്. അതേപോലെ തന്നെ നമ്മളെ ബിസിനസ് മോഡലും അഡാപ്റ്റബിൾ ആയിരിക്കണം. അതേപോലെ തന്നെ നിൽക്കാൻ പാടില്ല, പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ പുതിയ ഐഡിയാസ് കൊണ്ടുവരണം. ഒരു ടീ ഷോപ്പ് ആണെങ്കിലും നിങ്ങൾ ചെറിയൊരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ വലിയൊരു ചേഞ്ചസ് വരുത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഒരു ടീ ഷോപ്പ്, കാർഡ് വിത്ത് ബൈ എ ടീ വിത്ത് കാർഡ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺസെപ്റ്റായി. അങ്ങനെ ബിസിനസ് മോഡൽസ് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പുതിയ ഐഡിയാസ്. താങ്ക് യു, ദാറ്റ്സ് ഓൾ. നിങ്ങളെല്ലാവരും ഇനി മുന്നോട്ടുള്ള മൊഡ്യൂൾസും കൂടി കാണണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കാണുമ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഓൺടർപ്രണർഷിപ്പ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇവിടെ ഇന്ത്യൻ സ്കൂളിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓൾറെഡി കറപ്റ്റഡ് ആണ്. നിങ്ങൾക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല. ആ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്ത ഒരു ജോബോ അല്ലെങ്കിൽ അതേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സെൽഫായിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഒരു കമ്പനി ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ഇയേഴ്സ് ടു അച്ചീവ്. ഇവിടെ എന്ന് പറയുന്നത് ഓൾ യു നീഡ് ഇസ് എ ഡ്രീം ആൻഡ് ഗോൾ ആൻഡ് ഡിറ്റർമിനേഷൻ ടു അച്ചീവ് ഇറ്റ്. ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തും. പക്ഷെ ഇന്ന് ടെക്നോളജി നിങ്ങൾക്ക് ഫ്രീ ആണ്, അവൈലബിൾ ആണ്. യൂസ് ഇറ്റ് മാക്സിമം ആൻഡ് അച്ചീവ് വാട്ട് യു വാണ്ട് ടു ബി. ദാറ്റ്സ് ഓൾ. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ ഇന്ത്യൻ CEO സ്കൂൾ. നിങ്ങളെ പോലെയുള്ള പലരിലേക്കും ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.